Hi everyone, welcome back to the world of English. അങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൻ്റെ ലോകത്തിലേക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മുടെ ക്ലാസ്സൊക്കെ എല്ലാവരും അറ്റൻഡ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അറ്റൻഡ് ചെയ്താൽ മാത്രം പോരാ, നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വീട്ടിൽ സംസാരിക്കാവുന്ന ഇംഗ്ലീഷാണ്. അപ്പോൾ ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു, കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ, അതായത് കുട്ടികൾക്ക് ഇംഗ്ലീഷിൽ കൊടുക്കാവുന്ന ചെറിയ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണിത് കേട്ടോ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഇൻസ്ട്രക്ഷൻസ് അല്ല. ടുഡേ വി ഗോയിങ് ടു ലുക്ക് അറ്റ് ക്വസ്റ്റ്യൻസ്. ചോദ്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം അവരോട് ചില ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണം അല്ലേ? കോൺവെർസേഷൻ സ്റ്റാർട്ടേഴ്സ് എന്നാണ് നമ്മൾ ചോദ്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത്. അതായത് എപ്പോഴും ആശയവിനിമയം തുടങ്ങണമെങ്കിൽ നമുക്ക് ചോദ്യങ്ങൾ വേണം. അപ്പോൾ നല്ല ചോദ്യങ്ങളുണ്ടെങ്കിൽ നല്ല ഉത്തരങ്ങൾ കിട്ടും. നമ്മുടെ കോൺവെർസേഷൻ ഏറ്റവും മീനിങ് ഫുള്ളായിട്ട്, ഏറ്റവും ഇഫക്റ്റീവായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന 10 ചോദ്യങ്ങളാണ്. അപ്പോൾ ഞാൻ പല വീഡിയോസിലും 20-25 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് വീഡിയോസിൽ നമ്മുടെ ചോദ്യങ്ങളും അല്ലെങ്കിൽ സെൻറ്റൻസസ് കുറച്ച് കൊണ്ടുവരാം, നമ്പേഴ്സ് കുറയ്ക്കാം. കാരണം കുറഞ്ഞ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സെൻറ്റൻസസ് ആണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും, നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്രാക്ടീസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എന്താണ്? കുട്ടികളോട് വീട്ടിൽ ചോദിക്കാവുന്ന 10 ചോദ്യങ്ങൾ. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ? ലെറ്റ്സ് ബിഗിൻ. ഒന്നാമത്തെ ചോദ്യം തന്നെ, കുട്ടികൾ രാവിലെ എണീറ്റ് വരുവാണ് അല്ലേ? അവർ അലാമൊക്കെ അടിച്ച് 5 മണി, 5:30, 6 മണി ഏത് സമയമായിക്കോട്ടെ അവർ എഴുന്നേറ്റ് വരുന്നു. അപ്പോൾ നമ്മൾ വളരെ ഒരു സ്വീറ്റ് സ്മൈലോട് കൂടി അവരുടെ അടുത്ത് പോയിരിക്കുന്നു. അവരോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ അവർ എണീറ്റ് വരുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് ഇന്ന് രാവിലെ? നിനക്ക് എങ്ങനെയുണ്ട് ഇന്ന് രാവിലെ അല്ലേ? നമ്മൾ മലയാളത്തിൽ സാധാരണ ചോദിക്കുന്നൊരു ചോദ്യമല്ല, പക്ഷേ ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു ശീലമുണ്ട് ആളുകൾക്ക്. അപ്പോൾ നമുക്കത് എങ്ങനെ ചോദിക്കാം ഇംഗ്ലീഷിൽ? ഇന്ന് രാവിലെ നിനക്ക് എങ്ങനെയുണ്ട്? രാവിലെ നിനക്ക് സുഖമാണെന്നൊക്കെ ചോദിക്കില്ലേ? അതിന് ഈക്വൽ ആയിട്ടുള്ളൊരു എക്സ്പ്രഷനാണ് ഹൗ ആർ യു ദിസ് മോർണിംഗ്. എങ്ങനെ? സിമ്പിൾ അല്ലേ? ഹൗ ആർ യു ദിസ് മോർണിംഗ്? ഹൗ ആർ യു ദിസ് മോർണിംഗ്? രാവിലെ നിനക്ക് എങ്ങനെയുണ്ട്? സുഖമാണോ? ഹൗ ആർ യു ദിസ് മോർണിംഗ്? അത് പറഞ്ഞേ, ഹൗ ആർ യു ദിസ് മോർണിംഗ്? ഇന്ന് രാവിലെ നിനക്ക് എങ്ങനെയുണ്ട്? അപ്പോൾ ഇന്ന് മുതൽ കുട്ടികളടുത്ത് ചോദിക്കണം കേട്ടോ. രാവിലെ എഴുന്നേറ്റ് വരുമ്പം ഓഫ് കോഴ്സ് നമ്മൾ ഗ്രീറ്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ ചെയ്യണം. ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന ഗ്രീറ്റിംഗ്, അതിന് ശേഷമാണ് നമ്മൾ ചോദിക്കുന്നത് ഹൗ ആർ യു ദിസ് മോർണിംഗ്? എങ്ങനെയുണ്ട്? സുഖമാണോ? ഐ ഹെൽത്തി? നന്നായിട്ട് ഉറങ്ങിയോ? ഇതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഹൗ ആർ യു ദിസ് മോർണിംഗ്? അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചോദിക്കാം, നന്നായിട്ട് ഉറങ്ങിയോ? നീ നന്നായിട്ട് ഉറങ്ങിയോ? എങ്ങനെ ചോദിക്കുന്നത്? ഉറക്കത്തിന് ഇംഗ്ലീഷ് വാക്ക് എന്താണ്? സ്ലീപ്പ് അല്ലേ? അപ്പോൾ നന്നായിട്ട് ഉറങ്ങിയോ എങ്ങനെയാണ്? ഡിഡ് യു, എങ്ങനെ? ഡിഡ് യു സ്ലീപ്പ് വെൽ എന്ന് പറഞ്ഞേ. ഡിഡ് യു സ്ലീപ്പ് വെൽ? ഡിഡ് യു സ്ലീപ്പ് വെൽ? നമ്മൾ കഴിഞ്ഞൊരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഡിഡ് എന്ന് പറഞ്ഞൊരു വാക്ക് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ചോദിക്കും? ഡിഡ് യു സ്ലീപ്പ് വെൽ എന്ന് പറഞ്ഞു നോക്കി. ഡിഡ് യു സ്ലീപ്പ് വെൽ? ഡിഡ് യു സ്ലീപ്പ് വെൽ? പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ആവർത്തിച്ച് പറഞ്ഞു നോക്കണം കേട്ടോ. ഞാൻ എപ്പോഴും പറയും, നമ്മൾ വീഡിയോ ഒക്കെ കാണുന്ന കുറച്ചൊന്ന് പ്രൈവസിയിൽ ഇരുന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്കിത് റിപ്പീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഉറക്കെ പറയാനോ ഒന്ന് റിപ്പീറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊരു മടിയും കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഡിഡ് യു സ്ലീപ്പ് വെൽ? ഡിഡ് യു സ്ലീപ്പ് വെൽ? നീ നന്നായിട്ട് ഉറങ്ങിയോ? ഇതാണ് രണ്ടാമത്തെ സിറ്റുവേഷൻ. ഇനി അവർ നേരെ എണീറ്റ് അടുക്കളയ്ക്ക് വന്നു എന്ന് വെച്ചോ. അപ്പോൾ നിങ്ങൾ അവിടെ വന്നിട്ട് ചോദിക്കുകയാണ്, നീ നിന്റെ പുതപ്പൊക്കെ മടക്കി വെച്ചോ? നീ നിന്റെ കട്ടിലൊക്കെ വിരിച്ചിട്ടോ അല്ലേ? അല്ലെങ്കിൽ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടോ എന്ന് നമ്മൾ ചോദിക്കണം. അതെങ്ങനെ നമുക്ക് ചോദിക്കുന്നത്? ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കട്ടിലൊക്കെ ഒരുക്കി വെക്കുന്നതിന് ഒരു ടേം ഉണ്ട്. എന്താണ്? മേക്ക് യുവർ ബെഡ് അല്ലേ? അപ്പോൾ നമ്മുടെ ചോദ്യം എങ്ങനെ വരും? മുമ്പേ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ബോർഡ് എന്തായിരുന്നു? ഡിഡ് അല്ലേ? ഡിഡ് ഉപയോഗിച്ച് തുടങ്ങണം. ഡിഡ് യു മേക്ക് യുവർ ബെഡ് ഒന്ന് പറഞ്ഞേ. ഡിഡ് യു മേക്ക് യുവർ ബെഡ്? നീ നിന്റെ ബെഡ് ഒന്ന് മടക്കി വെച്ചോ? നീ നിന്റെ പുതപ്പ് മടക്കി വെച്ചോ? ബെഡ്ഷീറ്റ് വിരിച്ചിട്ടോ? ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡിഡ് യു മേക്ക് യുവർ ബെഡ് എന്ന് ചോദിച്ച് ഡിഡ് യു മേക്ക് യുവർ ബെഡ്? നീ നിന്റെ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടോ? ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒന്ന് പറഞ്ഞോളൂ, ഡിഡ് യു മേക്ക് യുവർ ബെഡ്? അപ്പോൾ അവർ അടുക്കളയിൽ വന്നിട്ട് നിങ്ങളോട് കോഫി ചോദിക്കുവാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നീ പല്ല് തേച്ചോ? നീ പല്ല് തേച്ചോ? എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത്? ഡിഡ് യു, ഓക്കെ ഞാൻ പറഞ്ഞില്ല, ഡിഡ് യു വേണേ മറക്കല്ല. ഡിഡ് യു ബ്രഷ് യുവർ ടീത്ത്? ഡിഡ് യു ബ്രഷ് യുവർ ടീത്ത്? അപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ഈ ഡിഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. It's going to help you really well. Okay, so did you brush your teeth? പറഞ്ഞോളൂ, did you brush your teeth? Did you brush your teeth? Okay. അപ്പോൾ അവർ പല്ലൊക്കെ തേച്ച് വന്നു. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുകയാണ്, നിനക്ക് എന്താ കുടിക്കാൻ വേണ്ടിയത്? നമ്മുടെ കുട്ടികൾക്കൊരു ശീലമുണ്ടല്ലേ. ഇപ്പോൾ ചില പേരൻസൊക്കെ പറയാറുണ്ട്, കാപ്പി കൊടുത്താൽ ചായ മതി എന്ന് പറയും, ചായ കൊടുത്താൽ ബൂസ്റ്റ് മതി എന്ന് പറയും, ബൂസ്റ്റ് കൊടുത്താൽ പാല് മതി എന്ന് പറയും. ഇങ്ങനെ ശീലമുള്ളവരാണ് പല കുട്ടികളും. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുകയാണ്, നിനക്ക് എന്താ വേണ്ടിയത്? കാപ്പി വേണോ ചായ വേണോ? എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത്? What would you like to drink? എങ്ങനെ? What would you like to drink? എന്നിട്ട് വേണമെങ്കിൽ ഓപ്ഷൻ കൊടുക്കാം, കോഫി ഓർ ടീ
അല്ലേ? വാട്ട് വുഡ് യു ലൈക്ക് ടു ഡ്രിങ്ക് എന്ന് ചോദിച്ചാൽ ഓപ്പൺ ആണ് കേട്ടോ. നിനക്ക് എന്താ കുടിക്കാൻ വേണ്ടി? അപ്പോൾ അവർ പറയും ചിലപ്പം ഐ നീഡ് ബൂസ്റ്റ് അല്ലെങ്കിൽ ഐ നീഡ് കോഫി, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ രണ്ട് സാധനങ്ങളാണ്, ബൂസ്റ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്, കോഫിയും ടീയും മാത്രമേ ഉള്ളൂ, അങ്ങനെയാണ് നമുക്ക് ചോദിക്കാം വാട്ട് വുഡ് യു ലൈക്ക് ടു ഡ്രിങ്ക്, കോഫി ഓർ ടീ. അതാണ് നമുക്കുള്ള ഓപ്ഷൻസ്. മറ്റേ ആദ്യത്തെ ഭാഗം മാത്രം ചോദിച്ചാൽ അവർക്ക് ഇഷ്ടമുള്ളവർ പറയും, അതില്ലെങ്കിൽ പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമുക്ക് ചോദിക്കാം വാട്ട് വുഡ് യു ലൈക്ക് ടു ഡ്രിങ്ക്, വാട്ട് വുഡ് യു ലൈക്ക് ടു ഡ്രിങ്ക്. നിനക്ക് എന്താണ് കുടിക്കാൻ വേണ്ടിയത്? വാട്ട് വുഡ് യു ലൈക്ക് ടു ഡ്രിങ്ക്. അപ്പോൾ ഇനി ഒരു മടിയും കൂടാതെ കുട്ടികളുടെ അടുത്ത് ചോദിച്ചു തുടങ്ങണം കേട്ടോ. നിങ്ങൾക്ക് എന്താ കുടിക്കാൻ വേണ്ടി? വാട്ട് വുഡ് യു ലൈക്ക് ടു ഡ്രിങ്ക്, വാട്ട് വുഡ് യു ലൈക്ക് ടു ഡ്രിങ്ക്. അവർ സ്കൂളിൽ പോകാൻ റെഡി ആവുകയാണ് കേട്ടോ. രാവിലെ അറിയാം നമുക്ക് ഭയങ്കര തിരക്കാണ്, ഓടി ഓടി നടക്കും, യൂണിഫോം കാണാനില്ല. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് നിൻ്റെ യൂണിഫോം എവിടെ? രാവിലെ ചോദിക്കുന്നതാണ് സോക്സ് എവിടെ, ഷൂസ് എവിടെ, ഇതുപോലെയാണ് യൂണിഫോം എവിടെ. എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത്? എവിടെയെന്ന് എങ്ങനെ ചോദിക്കും? വേർ. അവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ ബോർഡ് ഉണ്ട് അല്ലേ? വേർ. വേർ ഈസ് യുവർ യൂണിഫോം. എങ്ങനെ? വേർ ഈസ് യുവർ യൂണിഫോം. വേർ ഈസ് യുവർ യൂണിഫോം. എവിടെയാണ് നിന്റെ യൂണിഫോം? വേർ ഈസ് യുവർ യൂണിഫോം ചോദിച്ചു നോക്കിക്കോളൂ. വേർ ഈസ് യുവർ യൂണിഫോം ചോദിക്കാം. വേർ ഈസ് യുവർ സ്കൂൾ ബാഗ്, വേർ ഈസ് യുവർ പെൻ, വേർ ഈസ് യുവർ ബോക്സ്, വേർ ഈസ് യുവർ പെൻസിൽ, എന്ത് ചോദിക്കാം കേട്ടോ. എവിടെയാണ്? വേർ ഈസ്. മനസ്സിലായല്ലോ? സോ വേർ ഈസ് യുവർ യൂണിഫോം. നമ്മൾ 7ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. നിനക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ വേണ്ടിയത്? നിനക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ വേണ്ടിയത്? എങ്ങനെ ചോദിക്കാം? വാട്ട് ഡു യു നീഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ മുമ്പേ പറഞ്ഞു വാട്ട് വുഡ് യു ലൈക്ക്, അതും ഓക്കെയാണ്. ഇത് വേറൊരു എക്സ്പ്രഷനാണ് കേട്ടോ. വാട്ട് ഡു യു നീഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. വാട്ട് do you need for breakfast? Okay, what do you need for breakfast? ഇപ്പം നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ തലേദിവസം വേണമെങ്കിൽ ചോദിക്കാം ഈ ചോദ്യം. വാട്ട് യു നീഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ദോശയ്ക്ക് ഓപ്ഷൻ ഉണ്ട്, ഇഡ്ഡലിക്ക് ഓപ്ഷൻ ഉണ്ട്, പുട്ടിന് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് വാട്ട് യു നീഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. വാട്ട് യു നീഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, അപ്പോൾ നിനക്ക് എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയത്? അപ്പോൾ അവർ പറയും നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. സോ വാട്ട് യു നീഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. വാട്ട് യു നീഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, ഇതേ കാര്യത്തിൽ ലഞ്ചിനും ഡിന്നറിനൊക്കെ ചോദിക്കാം കേട്ടോ. വാട്ട് യു നീഡ് ഫോർ ലഞ്ച്, വാട്ട് യു നീഡ് ഫോർ ഡിന്നർ, എന്തിന്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. നീ നിന്റെ ബുക്കൊക്കെ ബാഗിൽ വെച്ചോ? നീ നിന്റെ ബുക്കൊക്കെ ബാഗിൽ വെച്ചോ? എങ്ങനെ ചോദിക്കുന്നത്? ഡിഡ് യു കീപ് യുവർ ബുക്സ് ഇൻ ദ ബാഗ്. എങ്ങനെ? ഡിഡ് യു കീപ് യുവർ ബുക്സ് ഇൻ ദ ബാഗ്. നീ നിന്റെ ബുക്കൊക്കെ ബാഗിൽ വെച്ചോ? ഡിഡ് യു കീപ് യുവർ ബുക്സ് ഇൻ ദ ബാഗ്. പറഞ്ഞു നോക്കി. ഡിഡ് യു കീപ് യുവർ ബുക്സ് ഇൻ ദ ബാഗ്. ബുക്സിന് പകരം പെൻസിൽ ആവാം. ഡിഡ് യു കീപ് യുവർ പെൻസിൽ ഇൻ ദ ബാഗ്, അല്ലെങ്കിൽ ഡിഡ് യു കീപ് യുവർ ബോക്സ് ഇൻ ദ ബാഗ് എന്നും ചോദിക്കാം കേട്ടോ. സിറ്റുവേഷൻ മനസ്സിലാക്കുക, സ്ട്രക്ചർ മനസ്സിലാക്കുക. വാക്കുകൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കാം. ഓക്കെ, പല സിറ്റുവേഷനിൽ നമുക്ക് ഇതേ സാധനം ഉപയോഗിക്കാം. ഡിഡ് യു കീപ് യുവർ ബുക്സ് ഇൻ ദ ബാഗ്. ഡിഡ് യു കീപ് യുവർ ബുക്സ് ഇൻ ദ ബാഗ്. ഇനി നമ്മൾ 9ാമത്തെ സിറ്റുവേഷൻ ആണ് കേട്ടോ. നോക്കണം, ഇതൊക്കെ കുട്ടികൾ രാവിലെ എണീറ്റ് വന്ന് സ്കൂളിൽ പോകുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, വെള്ളം കൊണ്ടുപോകണം സ്കൂളിൽ, ശരിയല്ലേ? അപ്പോൾ നമ്മൾ തിരക്ക് പിടിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവരുടെ ഒരു ഹെൽപ്പ് വേണം. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുകയാണ് നീ ആ വാട്ടർ ബോട്ടിൽ ഒന്ന് നിറയ്ക്കാമോ, നീ ആ വാട്ടർ ബോട്ടിൽ ഒന്ന് നിറയ്ക്കാമോ. ചിലപ്പോൾ അവൻ്റേതോ അല്ലെങ്കിൽ അവളുടേതും അനിയത്തിലോ ഒക്കെ കാണും ചിലപ്പോൾ. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ക്യാൻ യു. കണ്ടോ, ഇവിടെ വേറൊരു ടേം വന്നു, ചെയ്യാമോ. ക്യാൻ യു ഫിൽ ദ വാട്ടർ ബോട്ടിൽ. ക്യാൻ യു ഫിൽ ദ വാട്ടർ ബോട്ടിൽ. ഓക്കെ, ഒരു വാട്ടർ ബോട്ടിലാണ് നമ്മൾ പറയുന്നത്, സ്പെസിഫിക് വാട്ടർ ബോട്ടിൽ, നിന്റെ വാട്ടർ ബോട്ടിൽ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ക്യാൻ യു ഫിൽ ദി വാട്ടർ ബോട്ടിൽ. കൂടുതലുണ്ടെങ്കിൽ വാട്ടർ ബോട്ടിൽസ് എന്ന് പറയാം കേട്ടോ. സോ ഹിയർ വി സേ ക്യാൻ യു ഫിൽ ദ വാട്ടർ ബോട്ടിൽ. ക്യാൻ യു ഫിൽ ദ വാട്ടർ ബോട്ടിൽ. നീ ആ വാട്ടർ ബോട്ടിൽ ഒന്ന് നിറയ്ക്കാമോ. ക്യാൻ യു ഫിൽ ദ വാട്ടർ ബോട്ടിൽ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ലാസ്റ്റത്തെ ചോദ്യമാണ് കേട്ടോ. നീ പ്രാർത്ഥിച്ചോ. ലാസ്റ്റത്തെ ചോദ്യമാണ്, നീ പ്രാർത്ഥിച്ചോ. പലരും വിശ്വാസമുള്ളവരാണ്, സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഒരു ചാടി ഇറങ്ങുന്നു, നമ്മൾ ചോദിക്കുന്നു നീ പ്രാർത്ഥിച്ചോ. കഴിഞ്ഞ കാര്യം ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടേം എന്താണ്? ഡിഡ്, അല്ലേ? സോ സിമ്പിൾ, ഡിഡ് യു പ്രേ. എന്താണ്? ഡിഡ് യു പ്രേ. നീ പ്രാർത്ഥിച്ചോ. ഡിഡ് യു പ്രേ എന്ന് പറഞ്ഞു നോക്കിയേ. ഡിഡ് യു പ്രേ, ഡിഡ് യു പ്രേ. അങ്ങനെ നമ്മൾ 10 ചോദ്യങ്ങൾ പഠിച്ചിരിക്കുകയാണ്. കുട്ടികളുമായിട്ട് എല്ലാ ദിവസവും നമുക്ക് ചോദിക്കാൻ പറ്റാവുന്ന ചോദ്യങ്ങൾ. അപ്പോൾ ഞാൻ 10 പഠിച്ചത് കുട്ടികൾ രാവിലെ എണീക്കുമ്പോൾ തൊട്ട് സ്കൂളിൽ പോകുന്നത് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. അപ്പോൾ കുട്ടികൾ തിരിച്ചു വന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഈ വീഡിയോ കൃത്യമായിട്ട് കാണണം, നോട്ട് ചെയ്യണം, കൂട്ടുകാരും വീട്ടുകാരായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അതിൻ്റെ ഒപ്പം നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 ചോദ്യങ്ങൾ, ഇപ്പം ഞാനിവിടെ പറഞ്ഞ 10 ചോദ്യങ്ങളുണ്ട്, അതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 ചോദ്യങ്ങൾ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളിത് ഫോളോ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മറക്കാണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 ചോദ്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ കീപ് വർക്കിംഗ് ഓൺ യുവർ ഇംഗ്ലീഷ്. നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇംഗ്ലീഷ് പഠിക്കാം, നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാം. ലോകം നമ്മളെ കേൾക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്.